കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏവർക്കും ജപിക്കാവുന്ന മന്ത്രങ്ങൾ സാധാരണ ഗുരുവിൽ നിന്നോ ആചാര്യന്മാരിൽ നിന്നോ ദീക്ഷയോടെ വാങ്ങി ജപിക്കണമെന്നാണ് സാധാരണ പറയുന്നത്. അങ്ങനെയാണ് ചെയ്യേണ്ടതും. എങ്കിലും ചില മന്ത്രങ്ങൾ നമുക്ക് സാധാരണക്കാർക്കും എല്ലാവർക്കും, സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും, എല്ലാ ജീവിത തലത്തിലുള്ളവർക്കും ജപിക്കാവുന്ന ചില മന്ത്രങ്ങളുണ്ട്. അതിനെ സിദ്ധമന്ത്രങ്ങൾ എന്ന് പറയും. അങ്ങനെയുള്ള സിദ്ധമന്ത്രങ്ങളുണ്ട്. ആ സിദ്ധമന്ത്രങ്ങൾ നമ്മൾ ഗുരുവിൽ നിന്നൊന്നും വേണ്ട, ഒരു ബുക്ക് വാങ്ങിയിട്ട് ആ ബുക്ക് വായിച്ച് ബുക്കിൽ നിന്ന് നമുക്ക് കാണാതെ പഠിച്ച് ഹൃദയസ്ഥമാക്കി നമുക്ക് സന്ധ്യാനേരത്തോ ത്രിസന്ധ്യക്കോ 3 സന്ധ്യ പ്രാതകാലത്തോ ഉച്ചയ്ക്കോ വൈകുന്നേരം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ജപിക്കാം. നാക്കിൽ അതിങ്ങനെ നമുക്ക് പല ഒരു ആവർത്തിച്ചുകൊണ്ട് പോവാം. നാമജപത്തിന് സമയമില്ല. നാമജപം എപ്പോൾ വേണമെങ്കിലും ജപിക്കാം. ഏത് സമയത്ത് വേണമെങ്കിലും നാമം ജപിക്കാം. നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് നാമം ജപിക്കാം. ഒരിടത്ത് സ്വസ്ഥമായിട്ടിരുന്ന് മാത്രമേ നാമം ജപിക്കാൻ പാടുള്ളൂ എന്ന് പറയപ്പെടുന്നില്ല. കലിയുഗത്തിൽ നാമജപത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് കൊണ്ട് നമ്മൾ ജപിക്കേണ്ട സിദ്ധമന്ത്രങ്ങൾ അത് ഒരു ഗുരുവിൽ നിന്ന് ആചരിക്കണമെന്നില്ല. നിങ്ങൾക്ക് ബുക്ക് നോക്കിയായാലും ജപിക്കാം. അങ്ങനെയുള്ള മന്ത്രങ്ങളാണ് ഓം ശ്രീ ഗണപതായേ നമ, ഓം നമ ശിവായ, പഞ്ചാക്ഷരി മന്ത്രം. ഒരു മന്ത്രം അറിയാത്തവര് പഞ്ചാക്ഷരി മന്ത്രം നിരന്തരം ജപിച്ചുകൊണ്ട് നടന്നോളാം. ഈ ജീവിതത്തിൽ നമുക്ക് ലൗകിക ജീവിതത്തിൽ സായുജ്യം അടയാൻ പറ്റുമെന്നാണ് പറയുന്നത് പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട്. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണനമ്പലത്തിലൊക്കെ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തവർ അങ്ങനെ തന്നെ ജപിച്ചുകൊണ്ട് നടന്നോളാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം ഹരേ രാമ 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 ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ 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 കൃഷ്ണ, പിന്നെ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഇതിങ്ങനെയുള്ള ഈ മഹാമന്ത്രങ്ങളൊക്കെ നമുക്ക് എന്താണ് സിദ്ധമന്ത്രങ്ങളെന്നാണ് അറിയപ്പെടുന്നത്. ഈ മഹാമന്ത്രങ്ങളൊക്കെ നമുക്ക് നിരന്തരം നമ്മുടെ നാവിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ അതിശക്തമായ അത്ഭുതങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ പല മിറാക്കിളുകളും ഇതുകൊണ്ടൊക്കെ സംഭവിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഒരു ഗുരുവിന്റെ ഉപദേശമില്ലാതെ നമുക്ക് ജപിക്കാൻ പറ്റുന്ന ശരീരശുദ്ധി, മനഃശുദ്ധി, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഈ മന്ത്രങ്ങളൊക്കെ വേണ്ട പോലെ തന്നെ ജപിക്കാം. അതിന് സമയവും നിഷ്ഠയും ഇല്ല. ശ്രദ്ധ, ഭക്തിഭാവം, വിശ്വാസം വേണം എന്ന് മാത്രമേ പറയപ്പെടുന്നുള്ളൂ.